നമസ്കാരം. ശബരിമല കേസിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിശ്വാസി സമൂഹത്തെ വിഡ്ഢികളും നോക്കുകുത്തികളുമാക്കി മാറ്റിയ നിരവധി കഥകളുടെ നഗ്ന സത്യങ്ങളുടെ കഥയാണ്. ഓരോ തെളിവും സാക്ഷികളും പ്രതികളും സംസാരിച്ചു തുടങ്ങുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പ്രതിപട്ടികയിൽ നിന്ന് വഴുവഴുപ്പുള്ള വരാലിനെ പോലെ വഴുതി മാറുന്നു എന്നല്ലാതെ പാപം ചെയ്യാത്ത ഒരാൾ പോലുമില്ല ഒരു പാപിയെ കല്ലെറിയാൻ എന്നതാണ് വാസ്തവം. ശബരിമല ഒരു ക്ഷേത്രം മാത്രമല്ല, അത് കോടിക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ ജീവശ്വാസമാണ്. എന്നാൽ ആ വിശുദ്ധ സങ്കല്പത്തെ തന്നെ രാഷ്ട്രീയ ലാഭത്തിനായി വെട്ടിമുറിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ശബരിമല കേസ് എന്ന പേരിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് വെറും ഒരു നിയമപ്രശ്നമോ ഭരണപരമായ വീഴ്ചയോ അല്ല. അത് വിശ്വാസത്തോടുള്ള ഭരണകൂടത്തിന്റെ വെല്ലുവിളിയും രാഷ്ട്രീയ പാർട്ടികളുടെ നൈതിക ദാരിദ്ര്യവും ഒരുമിച്ച് വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന ഒരു വലിയ സാമൂഹിക വിചാരണയാണ്. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ വെറും പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്നു. അധികാരത്തിലിരുന്നപ്പോൾ LDF സ്വീകരിച്ച നിലപാടുകൾ വിശ്വാസികളുടെ മനസ്സിൽ തീപ്പൊരി വിതറുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷത്തിരുന്ന UDF അതിനെതിരെ ആത്മാർത്ഥമായി ശബ്ദമുയർത്തിയില്ല. അവർക്ക് വേണ്ടിയിരുന്നത് രാഷ്ട്രീയ അവസരങ്ങളായിരുന്നു, വിശ്വാസികളുടെ വേദനയുടെ കാട്ടുകൊള്ളയുടെയും പരിഹാരങ്ങളായിരുന്നില്ല. ശബരിമല വിഷയത്തിൽ ഇരു വിഭാഗങ്ങളും മാറി മാറി ഉപയോഗിച്ചത് ഒരേ തന്ത്രമാണ്: നിയമം എന്ന വാക്കിനെ മറയാക്കി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറൽ. വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത് രേഖകളില്ലാതെയാണ് എന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം കെ രാഘവൻ കൂടി വെളിപ്പെടുത്തുമ്പോൾ വീണ്ടും അനാസ്ഥയുടെ വ്യാപ്തി കൂടുതൽ ആഴത്തിൽ വ്യക്തമാവുകയാണ്. വാജിവാഹനം നൽകിയതിൽ വ്യവസ്ഥയോ ലിഖിതമായ രേഖകളോ ഇല്ല. വാജിവാഹനം തന്ത്രിക്കുള്ളതാണെങ്കിൽ രേഖകളില്ലാതെ കൈമാറാൻ പാടില്ലായിരുന്നു. വാജിവാഹനം അങ്ങനെ കൈമാറാൻ പാടില്ലാത്തതാണ്. ദേവസ്വം ബോർഡാണ് വാജിവാഹനം സൂക്ഷിക്കേണ്ടതെന്നും കെ രാഘവൻ വ്യക്തമാക്കി. കൈമാറുമ്പോൾ താൻ ഉണ്ടായിരുന്നോ എന്ന കാര്യം ഓർമ്മയില്ല എന്നും രാഘവൻ പറഞ്ഞു. കൊടിമരം മാറ്റാൻ തീരുമാനമെടുത്ത ദിവസം ബോർഡ് യോഗത്തിൽ താൻ ഉണ്ടായിരുന്നില്ല. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമാണ് ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. താൻ വന്ന ശേഷം ഇത്തരം കാര്യങ്ങളൊന്നും ബോർഡ് യോഗങ്ങളിൽ വന്നിട്ടില്ല എന്നും രാഘവൻ കൂട്ടിച്ചേർത്തു. 2017 ഫെബ്രുവരിയിലായിരുന്നു വാജിവാഹനം കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ബോർഡ് അംഗം അജയ് തറയിലും ചേർന്നായിരുന്നു വാജിവാഹനം കൈമാറിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിൽ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്ന് വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നത് വളരെ വ്യക്തമാണ്. വാജിവാഹനം ലോഹമാണെങ്കിൽ ആചാര്യന് കൈമാറണമെന്നാണ് താന്ത്രിക വിധിയിൽ പറയുന്നതെന്നും അത് മനസ്സിലാക്കിയാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് വാജിവാഹനം കൈമാറിയതെന്നുമാണ് അജയ് തറയിൽ നൽകിയ വിശദീകരണം. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും അജയ് തറയിൽ പറഞ്ഞിരുന്നു. 2017 പിണറായി സർക്കാർ ആയിരുന്നു അധികാരത്തിലെങ്കിലും പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗവുമായിരുന്നു. ഇവരുടെ കാലാവധി 2017 നവംബറിലായിരുന്നു അവസാനിച്ചത്. കൊടിമരത്തിന്റെ അടിഭാഗം ദ്രവിച്ചെന്ന് പറഞ്ഞായിരുന്നു 2017 ഫെബ്രുവരിയിൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചത്. ഇതിനിടെയായിരുന്നു വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. കോടതി വിധികളെ മറയാക്കി വിശ്വാസത്തെ ചവിട്ടിമെതിച്ച ഭരണകൂടവും അതേ കോടതി വിധികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച പ്രതിപക്ഷവും ഇവിടെ ആരും പാപക്കറയിൽ നിന്ന് മോചിതരല്ല. ശബരിമല വിഷയത്തിൽ ഭരണകൂടത്തിന്റെ നിർജീവതയും പ്രതിപക്ഷത്തിന്റെ അവസരവാദവും ഒരുപോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ വഞ്ചിച്ചു. ഈ കേസ് വെളിപ്പെടുത്തിയത് ഒരു സത്യം മാത്രമാണ്: വിശ്വാസം ഇവിടെ വിഷയമല്ല, രാഷ്ട്രീയമാണ് എല്ലാം. ശബരിമല കേസ് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: വിശ്വാസം സംരക്ഷിക്കപ്പെടുക രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങളിലൂടെയല്ല, സത്യസന്ധമായ ഭരണ നിലപാടുകളിലൂടെയാണ് എന്ന കാര്യം. UDF ആയാലും LDF ആയാലും ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ ഇരു വിഭാഗങ്ങളും ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു. അവർ വിശ്വാസികളെ സംരക്ഷിച്ചില്ല, മറിച്ച് വിശ്വാസത്തെ ചർച്ചാ വിഷയമാക്കി. വോട്ട് ബാങ്കുകളുടെ എണ്ണം കൂട്ടാനുള്ള കണക്കുകൾ കൂട്ടി. അന്വേഷണങ്ങൾ നീളുന്നു, റിപ്പോർട്ടുകൾ മാറി മാറി വരുന്നു, പക്ഷേ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല. ഇതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ദുരന്തം. ഇനി കേരളം ചോദിക്കേണ്ടത് ഒരു ചോദ്യമാണ്: വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടത് കോടതി മുറികളിൽ മാത്രമാണോ, അതോ ഭരണകൂടത്തിന്റെ ഇടപെടലിലും അത് ഉണ്ടാകണം? LDF-ഉം UDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ നാടകങ്ങളിൽ നിന്ന് ശബരിമലയെ മോചിപ്പിക്കാതെ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടാകില്ല. വിശ്വാസം പാർട്ടികളുടെ ആയുധമല്ല, അത് ജനങ്ങളുടെ ആത്മാവാണ്. ആ ആത്മാവിനെ വേദനിപ്പിച്ചവരെ ചരിത്രം ഒരു നാൾ വിധിക്കും. അത് കോടതി വിധിയേക്കാൾ കർശനമായിരിക്കും.